വരുന്നുണ്ട്. യെസ്, പോപ്പി എന്ന് പറയുന്ന ഫ്രോയിൽ അടിച്ചിട്ടുണ്ട്. പോപ്പി 1 kg പ്ലസ് എങ്ങനെ വന്നാലും അടിക്കും. പിന്നെ അതെ നമ്മുടെ മറ്റേ ചെറുമീനുണ്ട്. ഇങ്ങോട്ട് പോകാൻ മോനെ, അവൻ മരത്തിൻ്റെ ഇടക്കോട്ട് പോവുക, പാവപ്പെട്ട. കഴിച്ച് നമ്മളിത് ഫിഷിങ്ങിനായിട്ട് ഒരു ചെറിയൊരു റിസോർട്ടാണിത്. നമ്മളിത് റിസോർട്ടിൽ വന്നിരിക്കുക. അത്യാവശ്യം ഇത് വലിയൊരു വട്ടക്കായല്ലോ, ഒരു 4 കൂടി ജംഗ്ഷൻ. ഇവിടെയൊക്കെ നമ്മൾ സ്പൂൺ അറിയാമെങ്കിൽ ഉറപ്പായിട്ടും വാളയൊക്കെ എടുക്കും. ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുഡും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അത്യാവശ്യം ഇതൊരു റിസോർട്ടാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട്, ഇവിടെ ഇപ്പം എനിക്കൊന്ന് പൂട്ടിക്കിടക്കുമായിരുന്നു, ഇപ്പം അതേ ഓപ്പണായി കിടക്കുക. അപ്പം നമ്മളിത് കുറച്ച് ഫ്രോഗുകൾ മേടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഫ്രോഗും നമ്മൾ വേറൊരു സാധനം, നമ്മളിപ്പം ചൂണ്ട അല്ലാതെ സ്ലിംഗ് ഷോട്ട് ഒരു ഐറ്റം മേടിച്ചിട്ടുണ്ട്. സ്ലിംഗ് ഷോട്ട് നമ്മൾ ഫിഷിങ്ങിന് പോകാൻ. അപ്പം സ്ലിംഗ് ഷോട്ട് വെച്ചുള്ള മീൻപിടുത്തവും ഉണ്ട്, നമ്മൾ ചൂണ്ടയും ഉണ്ട്. പിന്നെ നമ്മൾ ഒരു ബ്രൈഡും 2 ഫ്രോഗും നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതായത് ഇത് നമ്മൾ മേടിച്ചിരിക്കുന്ന പോളാറൈറ്റ് ഗ്ലാസ്സാണ്. ഇത് വെച്ച് നമ്മൾ ഈ ആറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മീനുകളെ കാണാൻ പറ്റും താഴെ നിൽക്കുന്ന. അപ്പോൾ അത് അടിക്കാൻ വേണ്ടി അപ്പം പോളാറൈറ്റ് ഗ്ലാസ് മേടിച്ചിരിക്കുന്നത് പറഞ്ഞാൽ CM ഫിഷിംഗ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുള്ള ഒരു ചേട്ടനുണ്ട്. അപ്പം പുള്ളിക്കാരൻ അയച്ചു തന്ന പോളാറൈറ്റ് ഗ്ലാസ് ആയത്. അത്യാവശ്യം നല്ലൊരു ഗ്ലാസ് ആയത് കേട്ടോ, 1,800 രൂപ വിലയുള്ള. അപ്പം പുള്ളിയുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. ഏറ്റവും കൂടുതൽ സ്ലിംഗ് ഷോട്ടിൽ ഫിഷിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് CM ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ. പുള്ളി സ്ലിംഗ് ഷോട്ടിൽ ഒരുപാട് മീൻ പിടിക്കും, കരിമീനും സിലോപ്പിയൊക്കെ. അപ്പോൾ നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഇതേ കുറച്ച് മീൻ പിടിച്ചായിരുന്നു സ്ലിംഗ് ഷോട്ടിൽ. അത് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം. അപ്പോൾ ഇന്നത്തെ മെയിൻ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേക്കഡ് ഫിഷിങ് തന്നെ. അപ്പോൾ ഏറ്റവും അവസാനം സ്ലിംഗ് ഷോട്ടിലെ ഫിഷിങ് കണ്ടുപോകും. പിന്നെ നമ്മൾ മേടിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ബ്രൈഡാണ്. 9X ഗെയിമെക്സ് എന്നും പറഞ്ഞൊരു ബ്രൈഡാട്ടോ. ഗെയിമെക്സ് ടൊറക്കിയോ എന്ന് പറഞ്ഞ ഒരു ബ്രൈഡാണ്. ടൊറക്കിയോ എന്ന് പറഞ്ഞാൽ മെഡ് ഇൻ ജപ്പാനാട്ടോ. അതെ, 100 മീറ്റർ 24 mm ആണ്, 30 LB ആണ് ബ്രൈഡ് കേട്ടോ. പിങ്ക് കളറാട്ടോ. അപ്പം ജസ്റ്റ് ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം ബ്രൈഡ്. അപ്പോൾ ഈ ബ്രൈഡ് നമുക്കിന്ന് റീലയിലോട്ട് സെറ്റ് ചെയ്യണം, എന്നിട്ട് നമുക്കൊന്ന് കാസ്റ്റ് ചെയ്യണം. അപ്പം ജസ്റ്റ് നമ്മളിത് ബ്രൈഡ് എടുത്തിട്ടുണ്ടായത് പിങ്ക് കളറാണ് കണ്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള കിടിലം ബ്രൈഡാണ് കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് വെച്ച് ഫിഷിങ് ചെയ്യാനായിട്ട് പോവുക. അപ്പം നമുക്ക് ഫ്രോഗൊക്കെ എറിയാൻ പറ്റിയവർക്ക് പറ്റിയൊരു ബ്രൈഡാണ്. അപ്പം നമ്മൾ ഈ ബ്രൈഡും മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 2 ഫ്രോഗ് ലൂറും മേടിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് നാൾ ഫിഷിങ്ങിനൊന്നും പോകുന്നില്ലായിരുന്നു. അപ്പം നമ്മളിത് മേടിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ആൻക്രാഫ്റ്റിൻ്റെ പോപ്പി എന്ന് പറയുന്ന ഒരു ഫ്രോഗ്. ഇത് അടിപൊളി ഒരു സ്പിന്നറൊക്കെ വരുന്ന VMCയുടെ ഹുക്കാണ് കേട്ടോ. 6 സെൻറ്റിമീറ്ററും 10 ഗ്രാമാണ് ഫ്രോഗ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഇത് 330 രൂപയുടെ ഒരു ഫ്രോഗാണ്, ആൻക്രാഫ്റ്റ്. പിന്നെ നമ്മൾ മേടിച്ചിരിക്കുന്ന ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ വാരിയറിൻ്റെ ഓസ്കാർ എന്ന് പറഞ്ഞൊരു ഫ്രോഗാണ്. അപ്പോൾ നമ്മൾ ഈ 2 ഫ്രോഗിലും 2 ചേർമീൻ പിടിക്കുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇട്ടേക്കാം. അത് നമ്മൾ കോട്ടയത്ത് പോയി പിടിക്കുന്നൊരു വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് വെച്ച് ഫിഷിങ് ചെയ്യുന്നുണ്ട്. വരാലോലോ നമുക്ക് ഇവിടെ നിന്ന് എറിഞ്ഞ് നോക്കാം, വല്ല വരാലോ കിട്ടുമോ നോക്കാം. അപ്പോൾ ഈ ഫ്രോഗിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ഗ്രാം അതിൻ്റെ വെയിറ്റ്. 7.5 സെൻറ്റിമീറ്ററാണ് ഫ്രോഗിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ ഇത് ഡബിൾ സ്പിന്നറാണ് വരുന്നത് കണ്ടോ. അതാ ഡബിൾ സ്പിന്നറും ഇതും VMCയുടെ ഹുക്കാണ് വന്നിരിക്കുന്നത്. നല്ല നീളമുള്ള ഫ്രോഗായതുകൊണ്ട് നല്ല ലോങ് കാസ്റ്റിങ് കിട്ടുന്നൊരു ഫ്രോഗാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചൊക്കെ ഇന്ന് ഫിഷിങ് ചെയ്യണം. അപ്പോൾ നമുക്ക് ബ്രൈഡ് നമ്മുടെ റീലിലോട്ട് ഒന്ന് അറ്റാച്ച് ചെയ്യാനുണ്ട്. നമ്മുടെ റീൽ വേണ്ടിയതാണ്. അപ്പോൾ നമ്മുടെ റീലിലോട്ട് അറ്റാച്ച് ചെയ്യണം. പിന്നെ നമ്മുടെ സ്ലിംഗ് ഷോട്ടിൻ്റെ സാധനങ്ങളാണ് ഇത് കേട്ടോ. നമ്മൾ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് സ്ലിംഗ് ഷോട്ടിൻ്റെ. പിന്നെ നമ്മുടെ സ്ലിംഗ് ഷോട്ടിൻ്റെ മിഷൻ ഇതിനകത്തിരിപ്പുണ്ട്. ഇതാ മിഷനും ഒരു ഡാർട്ടും ഉണ്ട്. നമുക്ക് 3 ഡാർട്ട് ഉണ്ടായിരുന്നു. 3 ഡാർട്ടിൽ ഒരു ഡാർട്ട് പോയി. അപ്പോൾ നമുക്ക് ഇത് വെച്ചുള്ള ഫിഷിങ്ങും ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇന്ന് മീൻപിടുത്തം ചെയ്യാം, എല്ലാം കിട്ടുമോ നോക്കാം. പിന്നെ അതേ നമ്മുടെ ഒരു സേഫ്റ്റി ഗ്ലൗസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചൊക്കെ ഉള്ള ഒരു ഫിഷിങ് ആട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിങ്ങനെ അതിമനോഹരമായ ഒരു പ്ലേസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലമൊക്കെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഒരു റിസോർട്ടാണ് ഇത്. അപ്പോൾ ഇവിടെയൊക്കെ ഇത് ഫുഡ് കഴിക്കും. കായലിൻ്റെ കാറ്റൊക്കെ കൊണ്ട് നല്ല വന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ തകഴിയിലുള്ള ഒരു സ്ഥലമാണ്. തകഴി ബ്രിഡ്ജ് ഇറങ്ങി വന്നിട്ട് അവിടുന്ന് കുറച്ച് വരുമ്പോൾ ഒരു ടർഫുണ്ട്. ടർഫിൻ്റെ അവിടുന്ന് ഒരു കോൺക്രീറ്റർ ഉണ്ട്. അവിടുന്ന് ശകലം ഒരു 100 മീറ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്പോട്ടിലോട്ട് വരാം. ഫിഷിങ്ങും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് ഫിഷിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വെച്ച് കുക്കിംഗ് ചെയ്തിട്ട് ഒരു കിടിലം വീഡിയോ എടുക്കാം. കഴിച്ച് നമ്മളിതേ ബ്രൈഡ് റീലിലോട്ട് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ഫ്രോഗ് ചെയ്ത് നമ്മുടെ ഓസ്കാറിൻ്റെ ഫ്രോഗ് ഫസ്റ്റ് എടുത്ത് കാസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഓസ്കാറിൻ്റെ ഫ്രോഗ് ഇതേ എടുത്തിട്ടുണ്ട് കണ്ട. അപ്പോൾ നമുക്ക് ഈ ഫ്രോഗ് വെച്ച് ഇന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം.
ഇപ്പോൾ നമ്മൾ ചൂണ്ടയിടാൻ വന്നപ്പം കണ്ടൊരു സാധനം, അതെ ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്തിട്ടില്ല, മേളിൽ കുഴപ്പമില്ലാത്ത പഴുത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിത് ഒരു പറങ്ങാപ്പഴം പിച്ചെടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് തിന്ന് നോക്കാം. അടിപൊളിയാ. ഇവിടെയൊക്കെ നിൽപ്പുണ്ട് വേണ്ട. കമ്പിൻ്റെ അടക്കാളാ, കമ്പിൻ്റെ അടക്ക. ഓ ചെറുമീൻ. ഞാൻ ഈ മരത്തേക്ക് എറിയുന്നത് അവിടെ ഒരു തെളിവ് കൊണ്ട് ഇടക്കോട്ട് എറിഞ്ഞതാ. സ്ട്രൈക്ക് കിട്ടിയാന്ന് അറിയത്തില്ല. ഇത് പിടിച്ച് ഒരു വീഡിയോ എടുത്തേ. ചെറുതാ അല്ലേ? വീഡിയോ കിട്ടിയെന്ന് ഇല്ലടാ, വീഡിയോ കിട്ടിയില്ല. അപ്പം കഴിച്ചാൽ നമുക്കിത് ഓസ്കാറിൻ്റെ നമ്മുടെ പുതിയ ഒരു ഫ്രോഗയിൽ ഒരു ചെറുമീൻ കയറിയിട്ടുണ്ട്. കണ്ടാ പുതിയ ചെറുമീൻ എന്ന് പറഞ്ഞാൽ 1 കിലോ കാണും ഇത് കേട്ടോ. 1 കിലോ കഷ്ടിച്ച് കാണും. പെട്ടെന്നുള്ള അടിയായിരുന്നു, വീഡിയോ കിട്ടിയോന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുമീൻ എത്ര കിലോ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചെറുമീൻ 965. ഞാൻ പറഞ്ഞ 1 കിലോ ആണ്. 1 കിലോ ഇല്ല, 965 ഉണ്ട് കേട്ടോ നമ്മുടെ ചെറുമീൻ. അപ്പോൾ നമുക്ക് വീഡിയോ കിട്ടിയില്ല, വലിച്ചെടുക്കുന്ന വീഡിയോ കിട്ടിയില്ല. നമ്മുടെ ഫ്രോഗ് ഇവിടെ കിടപ്പുണ്ട്. ജസ്റ്റ് ഞാൻ ചെറുമീനെ ഇതിട്ടിട്ട് ഫ്രോഗ് കാണിച്ചുതരാം. എന്താ, അപ്പം നമ്മുടെ ഈ ഫ്രോഗിലാണ് മീൻ അടിച്ച് കയറിയിരിക്കുന്നത്. ഇത് ഓസ്കാർ എന്നാണ് ഈ ഫ്രോഗിൻ്റെ പേര്. കണ്ട. അപ്പോൾ നമുക്ക് ഇനിയും കിട്ടുക. ചെറുമീൻ എടുത്തിട്ടുണ്ട്, വരുന്നുണ്ട്. യെസ്, 1 കിലോ ഉള്ള ചെറുമീൻ. നമ്മുടെ പോപ്പി എന്ന് പറയുന്ന ഫ്രോഗിൽ അടിച്ചിരിക്കുന്നത്. പോപ്പി, നമ്മുടെ പോപ്പി ഫ്രോഗിൽ അടിച്ചിരിക്കുന്ന ഒരു 1 kg പ്ലസ് എങ്ങനെ വന്നാലും അടിക്കും. പിന്നെ അതെ നമ്മുടെ മറ്റേ ചെറുമീനുണ്ട്. സ്ട്രൈക്കിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, പെട്ടെന്നുള്ള അടിയായിരുന്നു. ഗൈസ്, നമ്മുടെ പോപ്പിയുടെ ഫ്രോഗിൽ ഒരു വരാൽ അടിച്ചിട്ടുണ്ട്, കയറുന്നുണ്ട്. ചെറിയ വരാല. ചെറിയ വരാൽ കയറിയിട്ടുണ്ട്. നമ്മുടെ പോപ്പിയുടെ ഫ്രോഗിൽ അടിച്ച വരാല കണ്ട. നമ്മുടെ പോപ്പിയുടെ ഫ്രോഗിൽ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പം കഴിച്ച് നമുക്കൊരു വരാതെ.
ഇപ്പം മൂന്നാമത്തെ ഒരാൾ പോപ്പിയിൽ. അടുത്ത ഒരാൾ നാലാമത്തെ ഒരാൾ പോപ്പിയിൽ. അപ്പം അഞ്ചാമത്തെ ഒരാൾ പോപ്പിയിൽ. നമ്മളത് ആസ്ട്രോ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് കാസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഓസ്കാറിൽ ഒരു വരാതി. നമ്മുടെ ജമ്മു ബ്രൈഡിൻ്റെ പവർ കണ്ട. എൻ്റെ മോനെ ഓസ്കാറിനടുത്ത് വരാതി. കഴിച്ച് നമ്മുടെ തൊട്ട് പുറകെ സിലോപ്പിയൻ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അടിക്കാം. അപ്പോൾ നമ്മൾ സ്ലിംഗ് ഷോട്ട് സെറ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ നമ്മുടെ ഡാർട്ട് ഈടൊക്കെ പോയായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ ഡാർട്ട് മേടിച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് സിലോപ്പിനെ പിടിക്കാം. ഇപ്പോൾ ലോക്ക് കഴിയാതെ അടിച്ച സാധനം പോകാൻ ചാൻസ് ഉണ്ട്. അവിടെ നിൽപ്പുണ്ട് സിലോപ്പിയ. പയ്യെ പോയി അടിക്കാം.
ഗൈസ് സിലോപ്പി ഉണ്ട്. അപ്പോൾ നമുക്കൊരു സിലോപ്പി കിട്ടിയിട്ടുണ്ട്. അടിച്ച് കയറിയിട്ടുണ്ട്. ഇതാ അവിടെ ഒരു വരാലും പെട്ടി. എൻ്റെ മോനെ കിടക്കാച്ചി ഒരു സിലോപ്പി നമുക്ക് കിട്ടിയതേ. ഒന്നും പറയാനില്ല, അടി കൊണ്ട് കേട്ടോ. ദേ ഒരു കിടിലൻ സിലോപ്പിയ. കിടിലൻ എന്ന് പറഞ്ഞാൽ പോരെ, കിടക്കാച്ചി സാധനം. എന്താ അന്ന് കിട്ടിയ വലിപ്പമില്ല. നമ്മൾ ഇവിടെ ഇട്ട് അടി കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിത് ഒരു വലുതും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതേ ഗൈസ്, ഇതേ ഒരടിക്ക് രണ്ടെണ്ണം കയറി. ഇത് നോക്കിക്കേ, കോമഡി. ചേച്ചി ഒരടി അടിച്ചേ രണ്ടെണ്ണം. സിലോപ്പിയ ചെറുതാ, ഒറ്റ അടിക്ക് രണ്ടെണ്ണം കിട്ടി. അടിച്ചു പിടിച്ചേ. തെറ്റാലി ഉണ്ട്, തെറ്റാലി. ചൂണ്ട മാറിയപ്പോ അതാ. ഇത് ഒരടിയേ അടിച്ചോളൂ, രണ്ടെണ്ണം കിട്ടി. സിലോപ്പി അങ്ങനെ രണ്ടെണ്ണം കിട്ടി. നമ്മൾ ഒരടിക്ക് 2 സിലോപ്പി പിടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് പോവാൻ മോനെ, അവൻ മരത്തിൻ്റെ ഇടക്കോട്ട് പോവുക. പാവപ്പെട്ടവൻ. ഈ നൂല് ചുറ്റാവോ? ചുറ്റ് വേഗം ചുറ്റ്. അങ്ങനെയല്ലടാ. എടാ ഇല്ലെങ്കിൽ നീ ഇത് വലിച്ചിട്, ഇല്ലെങ്കിൽ മീനെ ഇങ്ങോട്ട് വലിച്ചിട്. ഈ സൈഡിലോട്ട് കൊണ്ടോ. നീ വിടറാ, ഞാൻ ചുറ്റിക്കോളാം. വലുതാ. പയ്യ അനക്കി വലി. എനിക്ക് ഞാൻ പിടിക്കാം. ആദ്യം നീ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ നോക്കി. താഴത്തില്ല. അപ്പുറം വന്നിട്ടുണ്ട്. അതാ പോവായിരുന്നു. അടി കറക്റ്റായിരുന്നല്ലേ അത്. അപ്പം നമുക്കിതേ മൂന്നാമത്തെ ഒരെണ്ണവും കൂടെ കയറിയിട്ടുണ്ട്. കണ്ട. അപ്പം നമുക്കിതേ ഒരു ജയൻ്റ് സിലോപ്പി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള സിലോപ്പി. അതെ, പിന്നെ വേറൊരെണ്ണം കൂടെ ഉണ്ട്. സിലോപ്പിയുടെ ഒക്കെ വലിപ്പം കണ്ട. അതെ, കൈ വെച്ച് കാണിച്ചിരുന്നേ. കണ്ടാ, നമ്മുടെ സ്ലിംഗ് ഷോട്ടിലാണ് കിട്ടിയത്. അടിച്ച് കയറിയിരിക്കുന്നു നോക്കി. പിന്നെ ഒരടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ അതാ ഇത് കണ്ട, ചെറുത് 2 എണ്ണം. ഇത്ര സിലോപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട്.